ഹലോ ഫ്രണ്ട്സ്, നെടുമങ്ങാട് കൊലപാതകം 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിൻ്റെ അതിക്രൂരമായ കൊലപാതകം. ഇതിൽ ഒന്നാം പ്രതി നമ്മുടെ ആ കുഞ്ഞിനെ പ്രസവിച്ച അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെയാണ്. അമ്മ എന്നുള്ള വാക്ക് പോലും ഉച്ചരിക്കാൻ പാടില്ല സത്യത്തിൽ, അല്ലേ? അമ്മ എന്ന വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പക്ഷെ ഇന്ന് പല മാതാപിതാക്കളും അത് മറക്കുന്നു. പല കൊലപാതക കേസുകളും, പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, അല്ലേ? ഇപ്പം അവസാനമായിട്ട് വന്ന അതിക്രൂരമായി ഒരു പിഞ്ചു കുഞ്ഞിനെ രണ്ടാനച്ഛൻ കൊലപ്പെടുത്തിയിരിക്കുകയാണ്, ക്രൂരമായി മർദ്ദിച്ച്. അതിനെല്ലാം കൂട്ടുനിന്ന ആ കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീ ഒരു പുരുഷനെ പ്രണയിച്ച് വിവാഹം കഴിച്ച് 3-ാം മാസത്തിൽ അവർ തമ്മിൽ എന്തോ ഇഷ്യൂ ഉണ്ടാകുന്നു. അതിൻ്റെ പേരിൽ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. അതിനുശേഷം ഈ അഷ്കർ എന്നുള്ള വ്യക്തി ഈ മൃഗവുമായി ഈ പെണ്ണ് കല്യാണം കഴിച്ചു പോകുന്നു. പ്രസവിച്ച് ആ കുട്ടി, ഈ രണ്ടാനച്ഛൻ എന്ന് പറയുന്ന ആ മൃഗത്തിന് ഈ കുട്ടി ഒരു ബാധ്യതയാകുന്നു, കൂടാതെ ഇവൾക്കും. അങ്ങനെ അവൾക്ക് ബാധ്യതയാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ അച്ഛൻ്റെ വീട്ടുകാരും ഈ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്ന ആ സ്ത്രീയുടെ അമ്മയും കുട്ടിയെ ഏറ്റുവാങ്ങി വളർത്താൻ തയ്യാറായിരുന്നു. ഇവൾക്ക് ആ കുഞ്ഞ് ഒരു ശല്യമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കാമായിരുന്നു. അവളത് ചെയ്തില്ല. രണ്ടാമത്, ഈ മൃഗത്തിൻ്റെ കൂടെ താമസിക്കുന്ന അവൾക്ക് നന്നായി അറിയാം അവൻ്റെ ക്യാരക്ടർ എങ്ങനെയാണ്, കുഞ്ഞിനോട് അവൻ ചെയ്യുന്ന ദ്രോഹം എന്താണ്, അത് അവൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് കൂടി അവൻ്റെ കൂടെ താമസിച്ചു. ഒരു യഥാർത്ഥ അമ്മയാണെങ്കിൽ ആ മൃഗം ഒറ്റ ദിവസമേ ആ കുഞ്ഞിനെ തല്ലത്തുള്ളൂ. ഒറ്റ ദിവസം 2 കൈയും കാലും വെട്ടിയിട്ട് മൂലക്കിടും. ഏതൊരമ്മയായാലും അതേ ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്, എല്ലാ വീട്ടിലും കുഞ്ഞുങ്ങളുണ്ട്. ആ കുഞ്ഞുങ്ങളെ മറ്റൊരാൾ വഴക്ക് പറയുന്നത് ഒരു അമ്മമാർക്ക് സഹിക്കില്ല. അമ്മമാർ വഴക്ക് പറയും, പക്ഷേ ആ കുഞ്ഞിൻ്റെ അച്ഛൻ പോലും വഴക്ക് പറയുന്നത് അമ്മമാർക്ക് സഹിക്കില്ല, അതെത്ര വലിയ കുട്ടിയായാലും. അപ്പോൾ പിന്നെ ഈ 1.5 വയസ്സുള്ള കുട്ടിയെ ഇത്രയും മൃഗീയമായി ഉപദ്രവിക്കുന്ന കണ്ടിട്ട് അത് നോക്കി നിന്ന ആ സ്ത്രീയുടെ മനസ്സ്, അവളാണ് ഇതിൻ്റെ എല്ലാത്തിനും കാരണം. രണ്ടാമത്തത്, ഈ മൃഗം അവനൊരു സൈക്കോ ആണെന്ന് പറയുന്നു. ആയിരിക്കാം. അവൻ്റെ ആദ്യ വിവാഹത്തിൽ ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ 18 വയസ്സിൽ വിവാഹം ചെയ്ത് കൊണ്ടുപോയി അതിനെ ക്രൂരമായി മർദ്ദിച്ചു. ഒരു വർഷത്തോളം അത് കോമാവസ്ഥയിലായിരുന്നു. ആ കുട്ടിയെ ഇത്രയും ദ്രോഹിച്ച് കോമാവസ്ഥയിലായി. അപ്പം ഈ കുട്ടിയുടെ, ഞാനിവിടെ ഫോട്ടോ വെക്കാം, ആ കുട്ടിയുടെ രൂപം ഒന്ന് നോക്കൂ. ഇങ്ങനെ ആക്കിയ ഇവനെതിരെ പരാതിയൊന്നും കൊടുത്തില്ലേ? പരാതി കൊടുത്തിട്ടും ഇവൻ ഇത്രയും കൂളായിട്ട് എങ്ങനെയാണ് ഇവന് നടക്കാൻ പറ്റുന്നത്? ഇതാണോ ഇവിടുത്തെ നിയമം? അതിനുശേഷം അവനൊരു ഡാൻസ് ടീച്ചറുമായി കല്യാണം ഉറപ്പിച്ചു. യാമിനിയെ വിവാഹം ചെയ്ത് അവളെ ക്രൂരം എന്ന് പറഞ്ഞാൽ അതിക്രൂരമായി കൊലപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. വിഷം വായിൽ ഒഴിച്ചു, ഫാൻ കെട്ടി തൂക്കാൻ നോക്കി. ഇതിനൊക്കെ കൂട്ടുനിന്ന അവൻ്റെ വീട്ടുകാർ. എല്ലാത്തിനും പിടിക്കണം. അത് കഴിഞ്ഞ് ഇത്രയും ക്രൂരമായി ചെയ്ത ഇവൻ വീണ്ടും ഒരു ഡാൻസ് ടീച്ചറുമായി കല്യാണം ഉറപ്പിക്കുകയാണ്. കല്യാണം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഈ കുട്ടിയെ പ്രസവിച്ചു എന്ന് പറയുന്ന ആ സ്ത്രീയെ പരിചയപ്പെടുന്നത്. ഇവർ തമ്മിൽ ബന്ധമായതിൻ്റെ പേരിലോ എന്താണെന്നറിയില്ല, ആ വിവാഹം ഉറപ്പിച്ച ഡാൻസ് ടീച്ചർ സൂയിസൈഡ് ചെയ്യുന്നു. അതിനുശേഷം ഇവർ തമ്മിൽ വിവാഹം കഴിക്കുന്നു. അവനൊരിക്കലും ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഏതോ മൃഗത്തിനുണ്ടായ ഒരു വ്യക്തി, അല്ലേ? ഏതോ മൃഗത്തിനുണ്ടായ വേറൊരു മൃഗം. ഇവനെ അന്ന് വീട്ടിലോട്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്നു. എൻ്റെ അഭിപ്രായത്തിൽ അത് നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണമായിരുന്നു. കുറച്ച് സമയമെങ്കിലും നാട്ടുകാർക്ക് വിട്ടുകൊടുക്കണമായിരുന്നു അയാളെ. ഇവിടുത്തെ നിയമത്തിന് അവന് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരു കുറ്റവാളിയൊന്നും ചെയ്യാൻ പറ്റില്ല. ജയിലിൽ കൊണ്ടുപോയി 4 നേരം ഫുഡും കഴിച്ച് സുഖജീവിതം, കുറച്ച് കഴിഞ്ഞാൽ ജാമ്യം എന്നും പറഞ്ഞ് പുറത്തിറങ്ങി നടക്കാം. എൻ്റെ അഭിപ്രായത്തിൽ ഇവനെ ജീവിക്കാൻ തന്നെ അനുവദിക്കണം. ഇവൻ ജീവിക്കണം, അവളും ജീവിക്കണം. പക്ഷെ അത് ജയിലിലല്ല, നിയമത്തിന് വിട്ടുകൊടുത്തിട്ടല്ല. അവൻ്റെ 2 കൈയും കാലും വെട്ടിയെടുത്ത്, കണ്ണ് ചൂഴ്ന്നെടുത്ത്, നാവും പിഴുതെടുക്കണം. എന്നിട്ട് ജീവിക്കാൻ അവൻ അനുവദിക്കണം. തെരുവിലോട്ട് ഇറക്കി വിട്ട് ജീവിക്കാൻ അനുവദിക്കണം. അല്ലെങ്കിൽ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം. അല്ലാതെ ഇവിടുത്തെ നിയമവ്യവസ്ഥയും കൊണ്ട് അവർക്ക് 2 പേർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവർ സുഖമായിട്ട് ജയിലിൽ കഴിയും. അവൻ ഇഞ്ചിഞ്ചായി തന്നെ മരിക്കണം. ആ കുഞ്ഞ് 91 മുറിവെന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് അനുഭവിച്ച വേദന, അത്രയും പിഞ്ചു കുഞ്ഞ്. നമ്മുടെ കയ്യിലൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ആ വേദന എന്തായിരിക്കും? എൻ്റെ മോൾക്ക് ഇപ്പോൾ 15 വയസ്സായി. അവളുടെ കയ്യിലൊരു ചെറിയ മുറിവ് വന്നാൽ നെഞ്ചത്തൊരു പിടച്ചില. അപ്പോൾ ഈ 1.5 വയസ്സുള്ള കുട്ടിയുടെ 91 മുറിവ്, അത് എല്ലാ ശരീരഭാഗത്തും, ജനനേന്ദ്രിയത്തിൽ പോലും. അതെങ്ങനെയൊക്കെ ചെയ്തു എന്ന് വരെ അവൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും ഞാനിവിടെ പറയുന്നില്ല. അത്രയും ദ്രോഹി.
ഒരു മനുഷ്യനായി പിറന്ന ഒരുത്തനും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം കുഞ്ഞു ശരീരത്തിൽ ചെയ്തത്. ഇവനെയൊന്നും ഒരിക്കലും നിയമത്തിന് വിട്ടുകൊടുക്കരുതെന്നാണ്. പിന്നെ ശക്തമായ നിയമവ്യവസ്ഥയുള്ള രാജ്യമായിരിക്കണം. അതല്ല ഇവിടെ. ആ സ്ത്രീയെയും ആ മൃഗത്തെയും, 2 മൃഗങ്ങളെയും ഇങ്ങനെയാണ് നിങ്ങൾ ശിക്ഷിക്കാൻ പോകുന്നത്? വിട്ടുകൊടുക്കുക, തെരുവിലോട്ട് എറിഞ്ഞു കൊടുക്കുക. ഒരുത്തനും ചോദിക്കാൻ വരത്തില്ല, അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരുത്തനും വരത്തില്ല. നമുക്കിവിടെ വെച്ച് പറയാനേ പറ്റൂല്ലേ, നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ല. പക്ഷേ ഇവർക്കറിയുന്ന ഇനിയും ഉണ്ടാവും, ഇതുപോലുള്ള കുറേ ആൾക്കാർ ഇനിയും വളരുന്നുണ്ടാവും, ഇപ്പോഴും നിലവിലുണ്ടാവും, എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവും. നമ്മൾ അറിയാത്ത ആൾക്കാർ ഇതുപോലത്തെ ഉണ്ടാവും. ഇനി ഇതുപോലൊരു ക്രൂരതയോ ഒരു കൊലപാതകമോ പുറം ലോകം അറിയുന്നതിന് മുമ്പ് ഇവർക്ക് അങ്ങനെ ഒരു ശിക്ഷ കൊടുത്താൽ അതൊരു പാഠമായിരിക്കും എല്ലാവർക്കും. അങ്ങനെയുള്ളൊരു ശിക്ഷയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. മറ്റുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു പാഠമായിരിക്കണം ശിക്ഷ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനിയും കൊലപാതകങ്ങൾ കൂടും, പിഞ്ചു കുഞ്ഞുങ്ങൾ ഇനിയും കൊലപ്പെടും അതിക്രൂരമായി. വേറെ ഒന്നും പറയാനില്ല.